BJP ഇപ്പോഴേ അങ്ങ് വടക്ക് ചണ്ഡീഗഡ് മുതൽ ഇങ്ങ് മുംബൈ, അത് കഴിഞ്ഞിട്ട് കേരളം, തിരുവനന്തപുരം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെലങ്കാനയിലെ കോർപ്പറേഷനുകൾ, അത് നെക്സലൈറ്റ് ബാധയുള്ള പ്രദേശങ്ങളിലെ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ വൻ വിജയം നേടിക്കൊണ്ടു. ഇതേ ഇപ്പോൾ ഒടുവിൽ നടന്ന ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിലും അവർ ഒരു സീറ്റ് നേടിയിരിക്കുന്നു. എന്തോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബംഗ്ലാദേശിൽ BJPക്ക് ഒരു സീറ്റ് എന്ന് പറയാം. പക്ഷെ BJP എന്ന് പറയുമ്പോൾ BJP ജാതീയ പാർട്ടി എന്നാണ് അതിന്റെ പേര്. BNPയുടെ കൂടെ നിൽക്കുന്നു. അപ്പം BJP എന്നാണ് അതിന്റെയും ഷോർട്ട് ഫോം, ബംഗ്ലാദേശ് ജാതീയ പാർട്ടി. പക്ഷെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പൊ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ട്. അതിനകത്ത് മോദിയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഔദ്യോഗികമായിട്ട് നമുക്ക് അതിന്റെ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. ഇന്ത്യ അംഗീകരിച്ചിട്ട് ക്ഷണിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്ഷണിച്ചാൽ മോദി പോകുമോ, അല്ലെങ്കിൽ പോയാൽ അതൊരു പുതിയ നയതന്ത്ര ബന്ധത്തിലേക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം വഷളായിരിക്കുന്ന ബംഗ്ലാദേശിന്റെ ഒരു നയതന്ത്ര ബന്ധത്തിനകത്തൊരു പുതിയ യുഗം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പം ലോകം അല്ലെങ്കിൽ ഈ ആശ്ചര്യത്തോടു കൂടി കാണുകയാണ്. ഇതിനകത്ത് BNP എന്ന് പറയുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഹസീനയുടെ പാർട്ടിയുമായിട്ട് തുലനം ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ ഹസീനയുടെ പാർട്ടി ഉള്ള സമയത്ത് ഹസീനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടിയും അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് പാർട്ടിയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തുലനം ചെയ്യുമ്പോൾ ഹസീനയുടെ പാർട്ടിയുടെ കൂട്ട് ഇന്ത്യക്ക് ഫേവറായിട്ട് നിന്നിട്ടുള്ള ഒരു പാർട്ടിയല്ല BNP. അറിയാതെ അന്ന് ഇവിടെ വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം അത്രയും വരത്തില്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പേ, അല്ലെ ഇലക്ഷൻ നടക്കുന്നതിന് വളരെ മുമ്പേ, അല്ലെ താലിബാൻമാർ ഒരു പക്ഷേ ഈ ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടി, മത്സരിക്കുന്നതിന് വേണ്ടി ഈ തീയതി പ്രഖ്യാപിച്ച് ആ സമയത്ത് വരുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യയുമായിട്ട് എനിക്ക് ഒരു നല്ല സൗഹൃദമുണ്ട്, എനിക്ക് ഇന്ത്യയെ ഇഷ്ടമാണ്, ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് എന്നും കാത്തു സൂക്ഷിക്കണമെന്നാണ് ആഗ്രഹം എന്ന് അദ്ദേഹം ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിച്ചിട്ടാണ്, ഒരു പക്ഷേ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഇലക്ഷനെ നേരിട്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം. അത് ഒരുപക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നിർണായകമായ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇലക്ഷനെ നേരിടുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഏത് രാജ്യത്തായാലും സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്കറിയാമല്ലോ, ട്രംപ് ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഹിന്ദുവിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ സമയത്ത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്നേരം നമ്മൾ ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്, 15 ലക്ഷം 40 ലക്ഷം ഇന്ത്യൻ വംശജരുടെ വോട്ടും ആ വോട്ട് വളരെ കൃത്യമായിട്ട് അമേരിക്കയെ സ്വാധീനിക്കാൻ കഴിയുന്നതുമാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന്, ആ പിന്തുണ നേടിയ വിജയം ഉറപ്പാക്കുന്നത്. അതുപോലെ തന്നെ ദീപാവലി ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ ഇവിടെയും ആ ഒരു അവസ്ഥ, അതായത് ബംഗ്ലാദേശിലെ വോട്ടർമാർക്ക്, അല്ലെങ്കിൽ ഹസീനയുടെ ഭാഗം നിൽക്കുന്ന വോട്ടർമാർക്ക്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ തിരയുമ്പോൾ എത്രത്തോളം ആൾക്കാർ ഇവരുടെ വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ ഇന്ത്യയോട് താല്പര്യമുള്ള, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാൻ, ഇന്ത്യയുടെ സൗഹൃദമുള്ള ഒരു ഭരണവും അത്തരത്തിൽ തൽപരരായിട്ടുള്ള ഭരണാധികാരികളും അധികാരത്തിൽ വരണമെന്നുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല, ചുമ്മാ പറയത്തില്ല. അപ്പൊ അതിനുശേഷം ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ബുദ്ധിയുള്ള ഭരണാധികാരിയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് താല്പര്യപ്പെട്ടു പോകുന്നതായിരിക്കും നന്നാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാന്റെ വിട്ട് വല്ലവനും വേണ്ടി തല്ലാൻ നിൽക്കുന്ന കൂലിത്തല്ലുകാരന്റെ റോളെ ബംഗ്ലാദേശിന് കിട്ടാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം വളരെ ചെറുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ചെറുപ്പക്കാരൻ. അപ്പൊ ആ ചെറുപ്പക്കാരനെ വളരെ വൃത്തിയായിട്ട് ബംഗ്ലാദേശിനെ നയിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു നയതന്ത്ര ബന്ധവും ലോകത്തിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു രാജ്യവും, ലോകത്തിന് അല്ലെങ്കിൽ സഹകരിക്കാൻ പറ്റുന്ന രാജ്യവും ഒക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അദ്ദേഹം വളരെ ദീർഘമായിട്ട് അവിടുത്തെ ഈ പറയുന്നത് പോലെ മാറ്റി തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിൽ ജനസമ്മതിയുള്ള നേതാവായിട്ട് വരും. ഹസീനയ്ക്ക് അതാണല്ലോ സംഭവിച്ചത്. ഹസീനയ്ക്കെതിരെ മത്സരിക്കാൻ BNP പോലും ഇല്ലായിരുന്നു. അന്ന് BNP പോലും പ്രതിഷേധിച്ച് മത്സരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പ്രതിഷേധിച്ച് മത്സരിക്കാതിരിക്കുകയല്ല, അവിടെ ജയിക്കുന്ന ഒരു അവസ്ഥയില്ല, അതിനൊരു സാധ്യതയില്ല. അപ്പം അവരെ നമ്മൾ പറയുന്നില്ല, ഉള്ളത് തുറന്ന് കാണിക്കേണ്ട, പറച്ചു പിടിച്ചാൽ മതി പറഞ്ഞിട്ട് മത്സരിക്കാതിരുന്ന് പ്രതിഷേധിക്കുക. പിന്നെ അവരെ മാറ്റുന്നതിന് വേണ്ടി ഗൂഢമായ നീക്കം, ഒരുപക്ഷെ വളരെ ദീർഘമായിട്ട് വളരെ കാലം കൊണ്ട് നടന്നിരുന്ന നീക്കം അവര് അറിയാതെ പോവുകയും ഒരുപക്ഷെ അട്ടിമറിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഏതായാലും ഇപ്പം
ഈ BNP എന്ന് പറയുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ മന്ത്രിസഭാ രൂപീകരണത്തിന് ഇപ്പൊ നമ്മുടെ ഹിന്ദുക്കളൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഹിന്ദുക്കളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു മന്ത്രിസഭ വരുമ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു സന്ദേശമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരും മതരാഷ്ട്രവാദവും ഒന്നും ഇവിടെ അല്ലെങ്കിൽ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. അത്തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മാൻഡേറ്റ് അല്ല എനിക്ക് കിട്ടിയിരുന്നത്. ഇത് ആ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ അവരുടെ ജനം അതിനെ താല്പര്യപ്പെടുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആണല്ലോ അവിടെ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വളരെ വൃത്തിയായിട്ട് കരുതലോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾക്കറിയാമല്ലോ ബംഗ്ലാദേശ് പട്ടാള അട്ടിമറികൾ എപ്പോഴും ഈ പറയുന്ന സിരകളിൽ നമ്മൾ പറയുന്നത് സിരകളിൽ ഓടുന്ന ആ ഒരു ടെൻഡൻസി വരാനുള്ള സാധ്യതയും ഒക്കെ ഉള്ള. കാരണം ഇപ്പൊ തന്നെ അട്ടിമറി നടന്നത് നമ്മൾ ഒരിക്കലും എനിക്കൊന്ന് ഹസീനെ ഉദ്ദേശിച്ചിട്ട് പോലും കാണുന്നില്ല. ഹസീനെ ഇങ്ങനെ സർവാധിപതിയായിട്ട് പോകുമ്പോൾ സർവാധിപതി പട്ടാളമേധാവിക്ക് ചില കൈകളുണ്ടായിരുന്നു. സർവാധിപതിയായിട്ട് പോകുമ്പോഴാണ് ഒരിക്കലും എനിക്ക് ഇവിടെ ഒരു എതിരില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെന്നൊക്കെ വിചാരിച്ചു പോകുമ്പോഴാണല്ലോ അട്ടിമറി നടക്കുന്നത്. പട്ടാള മേധാവിയെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പട്ടാള മേധാവിയുടെ ബന്ധുവായിരുന്നു. പക്ഷെ പട്ടാള മേധാവിയെ അന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ശരിയാണ്, ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഈ ഊഹങ്ങളാണ് പറയുന്ന കാര്യം ശരിയാണ്. ഇയാളെ ചൈന സ്വാധീനിച്ചിരുന്നു. അട്ടിമറിച്ചാൽ പട്ടാള മേധാവിയെ ഭരണാധികാരിയാക്കാമെന്നുള്ള രീതിയിൽ ചൈന. പക്ഷെ അട്ടിമറി നമ്മൾ പറയുമ്പോൾ അട്ടിമറി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നീക്കം എന്ന് പറഞ്ഞാൽ അത് ഈ അട്ടിമറിക്കുന്നവർ പോലും അറിയത്തില്ല ഇവിടുന്നൊക്കെയാണ്. അതിനകത്ത് ഈ അമേരിക്ക ഇടപെട്ടിരുന്നു, ചൈന ഇടപെട്ടിരുന്നു. അപ്പം ചൈന വിചാരിക്കും ചൈനയെ അട്ടിമറിക്കും, അമേരിക്ക വിചാരിക്കും അമേരിക്കയെ അട്ടിമറിക്കും. ഈ നമ്മുടെ ഈ ചാരന്മാരുടെ ഒക്കെ ഒരു പണിയല്ല. ഒരു ചാരൻ ആയിട്ട് നിൽക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് മൊസാദിന്റെ ആളാണോ അല്ലെ ചൈനയുടെ ആണോ അമേരിക്ക, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ചാരനോട് ഞാൻ അറിയാൻ പറ്റില്ല, മനസ്സിലായല്ലേ? അപ്പം ഈ അട്ടിമറിക്ക് അപ്പം ചൈന അത് തീരുമാനിക്കുന്നതിന് മുമ്പ് അമേരിക്ക യൂണിസിനെ അവിടെ കഴിക്കും. അപ്പൊ അങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് പിന്നെ അയാളുടെ താല്പര്യം നടക്കാതെ വന്നു. അയാൾ പിന്നെ വന്നപ്പോൾ അയാൾക്ക് യൂണിസിനോട് താല്പര്യം, യൂണിസിനെ മാറ്റണം. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കും. പക്ഷെ യൂണിസിനെ മാറ്റിയിട്ട് പട്ടാള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ രാജ്യം കൊണ്ടുപോകത്തക്ക രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക സംവിധാനം രാജ്യത്തില്ല. അത് സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് പിന്നെ അയാൾ ഇങ്ങനെ നിന്ന് സേഫായിട്ട് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് നടത്താൻ വയ്യാതെ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ള രീതിയിൽ യൂണിസിനെ ആക്കി തീർക്കും. അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി അവന്മാർ ഭരണഘടനയെ മാറ്റി സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സർവാധിപത്യത്തിലേക്ക് പോയി. ഏതായാലും ഇപ്പൊ ബംഗ്ലാദേശിനകത്ത് നമ്മുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അല്പം ആശ്വാസമുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി അല്ല, ഒരു BNP ആണ്. BNP പഴയതിൽ നിന്ന് തിരുത്തി ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നാൽ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജോ ബൈഡൻ പോയിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോ നമ്മളൊരു ആശ്വാസം ആശ്വസിച്ചു. ഇനിയിപ്പോ എല്ലാം ഭദ്രമാകും. പക്ഷെ നമ്മുടെ തലക്കിട്ട് കൂടെ വെച്ചോണ്ട് അടിയാ കിട്ടിയത്. അതുപോലെ ആവാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റും കൂടെ, അതായത് ബംഗ്ലാദേശ് ജാതീയ പാർട്ടി എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടിയാണ്. നമ്മൾ BJP അല്ലെന്ന് പറയുമ്പോഴും BJPയുടെ അതേ സ്ഥാനത്താണ് അവിടെ അത് നിൽക്കുന്നത്. അതാണ് റൈറ്റ് ഓഫ് സെൻട്രൽ പാർട്ടി. അതായത് സെൻട്രിസ്റ്റ് ആണ്. ഇപ്പൊ കോൺഗ്രസ് സെൻട്രിസ്റ്റ് ആണെങ്കിൽ അതിന്റെ വലതുവശത്ത് നിൽക്കുന്ന പാർട്ടിയാണ് BJP. അവിടെയും അതുപോലെ തന്നെ റൈറ്റ് ഓഫ് സെന്റർ ആയിട്ട് നിൽക്കുന്ന വലതുപക്ഷ ചായ്വുള്ള യാഥാസ്ഥിതിക കക്ഷിയാണത്. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ഹുസൈൻ മുഹമ്മദ് ഇർഷാദാണ്. ഇപ്പൊ അതിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ഗുലാം മുഹമ്മദ് ഖാദർ. ഇപ്പോഴും അങ്ങനെ ഒരു വർഗീയ പാർട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഒരു വലതുപക്ഷ ചായ്വുള്ള BJP വർഗീയത ഇല്ല, ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പക്ഷെ റൈറ്റ് ഓഫ് സെന്റർ ആയിട്ട് നിൽക്കുന്നു. അതായത് ഉദാരീകരണം, ലിബറലൈസേഷൻ ഇതിനൊക്കെ അനുകൂലിക്കുന്ന ഒരു പാർട്ടിയാണത്. ആ പാർട്ടിക്ക് ഒരു സീറ്റേ അവിടെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.